ഓക്കെ, നമ്മളിനി നോക്കുന്നത് ഇമ്പീരിയലിസം ആണ്. Imperialism, a policy of exerting influence and expanding a nation's dominion through diplomacy or military force, gained significant traction during the Industrial Revolution. The industrialized nations leveraged breakthrough technological advancement to foster economic growth and exert unprecedented control over colonized regions. Example, the British expansion into India. അപ്പോൾ ഇമ്പീരിയലിസം എന്നാണ് പറയുന്നത്? സാമ്രാജ്യത്വം എന്നാണ് പറയുന്നത്. മലയാളത്തിൽ സാമ്രാജ്യത്വം, ഇമ്പീരിയലിസം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ആശയമാണ് നമ്മൾ പറയുന്നത് ഇമ്പീരിയലിസത്തിൻ്റെ. ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾ വഴി അല്ലെങ്കിൽ സൈനിക ശക്തികൾ ഉപയോഗിച്ചോ ഒരു രാജ്യം തങ്ങളുടെ അല്ലെങ്കിൽ ഒരു നേഷൻ അതിൻ്റെ സ്വാധീനവും അധികാരവും മറ്റ് പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്ന ഒരു നയമാണ് ഇതെന്ന് പറയുന്നത് ഈ ഇമ്പീരിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്താണ് ഈ രീതിക്ക് വലിയ പ്രചാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇമ്പീരിയലിസം എന്ന് പറയുന്നത് നയതന്ത്ര ചർച്ചകൾ വഴി അല്ലെങ്കിൽ സൈനിക ശക്തികളൊക്കെ ഉപയോഗിച്ച് ഒരു രാജ്യം തങ്ങളുടെ സ്വാധീനവും അധികാരവും മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ നയത്തെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്താണ് ഈ രീതിക്ക് വലിയ പ്രചാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം വ്യവസായം വികസിച്ച രാജ്യങ്ങളുണ്ട്. അപ്പം ട്രേഡ്സ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് തങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അപ്പം അവരവരുടെ തന്നെ ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ നിയന്ത്രണം കൊടുക്കുന്നു. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇപ്പം ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് അല്ലെങ്കിൽ വ്യവസായം വികസിച്ച രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ടു ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധം ശക്തമായ നിയന്ത്രണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻറ്റു ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അധികാരം വ്യാപിപ്പിച്ചത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇത് ഭയങ്കര സ്വർണ്ണങ്ങളും സമ്പത്ത് കൊണ്ട് ആദ്യമായിരുന്നു. അതിനുശേഷം പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അധികാരം വ്യാപിച്ചതിന് ഇതിനൊരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അവരുടെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് സമ്പത്ത് വളർച്ചയൊക്കെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ നിയന്ത്രണമൊക്കെ സ്ഥാപിച്ചു. അതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതാണ് ഒരു ബെസ്റ്റ് ഉദാഹരണമെന്ന് പറയുന്നത്. ഇമ്പീരിയലിസത്തിന് നമുക്ക് അതേ പറയാൻ ഉള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് നയതന്ത്ര ചർച്ചകൾ വഴിയോ സൈനിക ശക്തി ഉപയോഗിച്ചോ ഒരു രാജ്യം തങ്ങളുടെ സ്വാധീന അധികാരം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് നയമാണിത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്തായിരുന്നു ഈ നയം കൂടുതലായിട്ടും പ്രചാരം ലഭിച്ചിട്ടുള്ളത്. ഈ വ്യവസായം വികസിച്ച രാജ്യങ്ങൾ അവരുടെ ടെക്നോളജിക്കൽ അവർ പുതുതായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉപയോഗിച്ച് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ കീഴടങ്ങിയ പ്രദേശങ്ങളിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം തരത്തിലുള്ള ശക്തമായിട്ടുള്ള നിയന്ത്രണമൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇത് ഉദാഹരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അധികാരം വ്യാപിച്ചത് ഇതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ഇമ്പീരിയലിസത്തിൻ്റെ നേച്ചറും കോൺസെപ്റ്റുമാണ് പറയുന്നത്. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ആശയവും സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ടെറിട്ടോറിയൽ അക്വിസിഷൻ ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ. ഇമ്പീരിയൽ പവേഴ്സ് അനെക്സ്ഡ് വാസ്റ്റ് ടെറിട്ടറീസ് ടു എക്സ്പാൻഡ് ദെയർ ജിയോപൊളിറ്റിക്കൽ influence. Britain's control over India and parts of Africa reflected both strategic ambitions and administrative dominance. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രദേശങ്ങൾ പിടിച്ചെടുക്കലും രാഷ്ട്രീയ നിയന്ത്രണവുമാണ് പറയുന്നത്. പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും രാഷ്ട്രീയ നിയന്ത്രണങ്ങളുമാണ് പറയുന്നത്. അതായത്
ഈ ഇമ്പീരിയൽ പവേഴ്സ് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ഭൂപ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുകയും കൈവശപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ത്യയിലും ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിലും എന്താണ് ബ്രിട്ടൻ സ്ഥാപിച്ച നിയന്ത്രണം അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും ഭരണപരമായ മേധാവിത്വത്തെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലും ആഫ്രിക്കയിലും പല ഭാഗത്തായിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, നിയന്ത്രണം എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അവരുടെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഭരണപരമായിട്ടുള്ള മേധാവിത്വത്തെയുമാണ് അതെന്ത് ചെയ്യുന്നത്, കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോളനീസ്. കോളനീസ് ബിക്കെയിം resource zones. Belgium's exploitation of Congo's rubber and ivory and the estimated $45 trillion drained by Britain from India illustrate the systematic extraction of wealth. അപ്പം എന്താണ് പറയുന്നത്, കോളനികളിലെ സാമ്പത്തിക ചൂഷണം. അവരെന്താണ് കീഴടക്കപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, കീഴടക്കപ്പെട്ട രാജ്യങ്ങൾ വെറും അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രങ്ങളായി മാറി. അപ്പോൾ അവരുടെ അടിയിൽ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വരുന്ന രാജ്യങ്ങൾ, പിടിച്ചെടുത്ത രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവരുടെ റോ മെറ്റീരിയൽസ് സംരക്ഷിക്കാനായിട്ട് കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ബെൽജിയം എന്താണ് കോങ്കോയിൽ നിന്ന് റബ്ബറും ആനക്കൊമ്പും ചൂഷണം ചെയ്തതും. അപ്പം എന്താണ് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് ഏകദേശം $45 ട്രില്യൺ കടത്തിക്കൊണ്ട് പോയതും വ്യവസ്ഥാപിതമായ ഈ സമ്പത്ത് കൊള്ളയടിക്കലിന് ഉദാഹരണങ്ങളാണ്. അപ്പം എന്താണ് പറയുന്നത്, ഈ ബെൽജിയം എന്ത് ചെയ്യുന്നു, കോങ്കോയിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയി, റബ്ബറും ആനക്കൊമ്പും ഒക്കെ കൊണ്ടുപോയി. അതുപോലെ തന്നെ അങ്ങനെ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻ ഏകദേശം $45 ട്രില്യൺ ഡോളേഴ്സ് എന്ത് ചെയ്തു, കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം എന്താണ് ഈ എന്തിന് ഉദാഹരണങ്ങളാണ്, വ്യവസ്ഥാപിതമായിട്ടുള്ള സമ്പത്ത് കൊള്ളയടിക്കലിന് ഉദാഹരണമാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു കോളനികളുടെ സാമ്പത്തിക ചൂഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, കൾച്ചറൽ superiority and assimilation. Imperialists often promoted the idea of a civilizing mission. The introduction of English education in India reshaped linguistic, social and educational system under the guise of reform. അപ്പോൾ എന്താണ് പറയുന്നത്, സാംസ്കാരിക മേധാവിത്വവും ലയനവുമാണ്. അപ്പോൾ കൾച്ചറൽ സുപ്പീരിയോറിറ്റി ആൻഡ് അസിമിലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ സാംസ്കാരിക മേധാവിത്വവും ലയനവുമാണ്. എന്ന് വെച്ചാൽ ഇപ്പം തദ്ദേശീയരെ പരിഷ്കരിക്കുക എന്ന വ്യാജേന ഒരു പരിഷ്കരണ ദൗത്യം സാമ്രാജ്യത്വ ശക്തികൾ എപ്പോഴും പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, പരിഷ്കരണ ദൗത്യം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പരിഷ്കരണ ദൗത്യം എന്ത് ചെയ്യുന്നുണ്ട്, സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സ് എന്ത് ചെയ്യുന്നു, എപ്പോഴും പ്രചരിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശീയരെ പരിഷ്കരിക്കുക അല്ലെങ്കിൽ തദ്ദേശീയരെ പരിഷ്കരിക്കുക എന്ന വ്യാജേന എന്ത് ചെയ്യുന്നു, സിവിലൈസിങ് മിഷൻസ് എന്ത് ചെയ്യുന്നു, എപ്പോഴും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇമ്പീരിയൽ പവേഴ്സ് നടന്നിരുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് പരിഷ്കരണത്തിൻ്റെ പേരിലായിരുന്നെങ്കിലും അത് ഇവിടുത്തെ ഭാഷാപരവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ വ്യക്തികളെ മാറ്റിമറിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് പരിഷ്കരണത്തിൻ്റെ പേരിലായിരുന്നു. പരിഷ്കരിക്കണം എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും ഇവിടുത്തെ ഭാഷാപരമായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെയൊക്കെ എന്താണ് വ്യവസ്ഥിതികളെ എന്ത് ചെയ്യണം, മാറ്റിമറിക്കാൻ, റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അല്ലാതെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞ പേരിൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്, ഇത് ഈ വ്യവസ്ഥിതികളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ പരിഷ്കരണത്തിൻ്റെ പേരില്ല, എന്താണ് പറഞ്ഞത്, പരിഷ്കരണ ദൗത്യം സിവിലൈസിങ് മിഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തു ഇമ്പീരിയലിസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സ് എപ്പോഴും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് പരിഷ്കരണത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നതെങ്കിലും എന്താണ് ഇവിടുത്തെ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സോഷ്യൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലാം റീഷേപ്പ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഈ സിവിലൈസിങ് മിഷൻസ് കൊണ്ടുവന്നത്. അല്ലാതെ അത് പരിഷ്കരിക്കുന്ന ഒരു ദൗത്യമാണെന്നും പറഞ്ഞിട്ട് പേരിലൊന്നും അല്ല. ഇത് മാറ്റിമറിക്കണം, ഇവിടുത്തെ വിദ്യാഭ്യാസപരവും ഭാഷാപരവും സാമൂഹികപരമായിട്ടുള്ള ഇവിടുത്തെ വ്യവസ്ഥിതികളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ കീ ലൊക്കേഷൻസ് ലൈക്ക് സിംഗപ്പൂർ വിച്ച് ലേ അലോങ് വൈറ്റൽ മാരിടൈം റൂട്ട്സ് enabled imperial powers to control global ട്രേഡ് ആൻഡ് നേവൽ ഡോമിനൻസ്. അപ്പോൾ എന്താ പറയുന്നത്, തന്ത്രപരമായ ആഗോള നിയന്ത്രണം
അപ്പോൾ സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ തന്ത്രപരമായ ആഗോള നിയന്ത്രണത്തിൽ എന്താണ് പറയുന്നത്, പ്രധാനപ്പെട്ട കടൽ മാർഗ്ഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സിംഗപ്പൂർ പോലെയുള്ള പ്രധാനമായ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുക വഴി ആഗോള വ്യാപാരവും നാവികസേനാ മേധാവിത്വവും നിയന്ത്രിക്കാൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിഞ്ഞു. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കടൽ മാർഗ്ഗങ്ങൾ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മാരിടൈം റൂട്ട്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, സിംഗപ്പൂർ പോലുള്ള അങ്ങനെ പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻസിൽ എന്ത് ചെയ്യുക, സ്ഥലങ്ങൾ, തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, സിംഗപ്പൂർ പോലെയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, കൈവശപ്പെടുത്തുക. അതുവഴിയിട്ട് എന്ത് ചെയ്യുക, ഗ്ലോബൽ ട്രേഡ് അതുപോലെ തന്നെ നേവൽ ഡോമിനൻസ് ഒക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നത് എന്തായിരുന്നു, ഇതെല്ലാം ആർക്ക് പറ്റിയിട്ടുണ്ട്, ഇമ്പീരിയൽ പവേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് തന്ത്രപരമായ ആഗോള നിയന്ത്രണം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് വലിയ വലിയ സീ റൂട്ട്സ് അല്ലെങ്കിൽ കടൽ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മാരിടൈം റൂട്ട്സ് ഉണ്ടായിരുന്നു. അതായത് അപ്പം അവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതായത് സിംഗപ്പൂർ പോലെയുള്ള അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, തന്ത്രപരമായി ഇവരെന്ത് ചെയ്യുന്നു, കൈവശപ്പെടുത്തിയിട്ട് ആ വഴി എന്ത് ചെയ്യുന്നു, ഈ ആഗോള വ്യാപാരവും അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡും നേവൽ ഡോമിനൻസും ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇമ്പീരിയൽ പവേഴ്സിന് കഴിഞ്ഞു അത് കൺട്രോൾ ചെയ്യാനും. ഈ വ്യാപാരങ്ങളും അതുപോലെ തന്നെ സൈനിക അല്ലെങ്കിൽ നാവികസേന മേധാവിത്വം ഒക്കെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിഞ്ഞു, ഈ ഇമ്പീരിയൽ പവേഴ്സിന് എന്ത് ചെയ്തു, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. കണക്ഷൻ ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സാമ്രാജ്യത്വവും വ്യവസായിക വിപ്ലവവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സാമ്രാജ്യത്വവും വ്യവസായ വിപ്ലവവും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. റോ മെറ്റീരിയൽ ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ലൈക്ക് ബ്രിട്ടൻസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് റിലൈഡ് ഹെവിലി ഓൺ റോ മെറ്റീരിയൽസ് സച്ച് ആസ് കോട്ടൺ ഫ്രം ഇന്ത്യ ആൻഡ് ഈജിപ്റ്റ്. അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം അല്ലെങ്കിൽ ബ്രിട്ടനിലെ തുണി വ്യവസായം, ബ്രിട്ടനിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് പോലെയുള്ള വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾക്കായിട്ട് അവർ ഇന്ത്യയെയും ഈജിപ്തിനെയും പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ റോ മെറ്റീരിയൽ ഡിമാൻഡ് എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം വന്നു. ആർക്കാ, ഈ ബ്രിട്ടനിലെ തുണി വ്യവസായം പോലുള്ള വലിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരുത്തി പോലുള്ള റോ മെറ്റീരിയൽസ് എന്ത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയെയും ഈജിപ്തിനെയും എന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, ഇവരെ ആശ്രയിച്ചിരുന്നു. അടുത്തത് ക്രിയേഷൻ ഓഫ് മാർക്കറ്റ്സ്. കോളനീസ് വെയർ നോട്ട് ഓൺലി സോഴ്സ് ഓഫ് റിസോഴ്സസ് ബട്ട് ഓൾസോ മാർക്കറ്റ്സ് ഫോർ സർപ്ലസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ദെയർ ബൈ അബ്സോർബിങ് പ്രോഡക്ട്സ് ഫ്രം ദ മെട്രോപോൾസ്. അപ്പോൾ വിപണികൾ കണ്ടെത്തൽ, അതാണ് ക്രിയേഷൻ ഓഫ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോളനികൾ വെറും അസംസ്കൃത വസ്തുക്കൾ എടുക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ലായിരുന്നു, മറിച്ച് ഫാക്ടറികളിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്, സർപ്ലസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വരും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് വിറ്റഴിക്കാനുള്ള വലിയ വിപണികളായിട്ടും സാമ്രാജ്യ ശക്തികൾ ഈ രാജ്യങ്ങളെ എന്ത് ചെയ്യുന്നു, ഈ കോളനീസിനെ ഉപയോഗിച്ചു. അപ്പം നമ്മൾ പറഞ്ഞത് ഈ കോളനീസ് അസംസ്കൃത വസ്തുക്കൾ ഇങ്ങനെ ശേഖരിക്കുന്ന ഒരു സ്ഥലങ്ങൾ മാത്രമല്ലായിരുന്നു, മറിച്ച് ഫാക്ടറികളിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വരുമല്ലോ, അപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സാധനങ്ങൾ സർപ്ലസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വരും. അപ്പോൾ അത് വിറ്റഴിക്കാനുള്ള വലിയ വിപണികളായിട്ടും ഇതിനെ എന്ത് ചെയ്തു, ഈ ഇമ്പീരിയൽ പവേഴ്സ് എന്ത് ചെയ്തു, ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റോ മെറ്റീരിയൽ ഡിമാൻഡും ക്രിയേഷൻ ഓഫ് മാർക്കറ്റ്സും ഇമ്പീരിയലിസവും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. റോ മെറ്റീരിയൽസ് ഡിമാൻഡ് പറയുന്നത്, അവർ പറയുന്നത് ബ്രിട്ടനിലെ തുണി വ്യവസായത്തിന് ഈ പരുത്തി പോലുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് ഈ ബ്രിട്ടന് എന്ത് ചെയ്തു, ഇന്ത്യയും ഈജിപ്തിനെയും വളരെ എന്ത് ചെയ്തു, ആശ്രയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ക്രിയേഷൻ ഓഫ് മാർക്കറ്റ്സ് പറയുന്നത് കോളനികൾ വെറും റോ മെറ്റീരിയൽസ് എടുക്കാനുള്ള ഒരു സോഴ്സ് മാത്രമായിരുന്നില്ല, മറിച്ച് സർപ്ലസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനും വിപണികളായിട്ടും വലിയ വിപണികളാകാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാമ്രാജ്യ ശക്തികളെ ഈ രാജ്യങ്ങളെ ഈ പിടിച്ചെടുത്ത ഈ കോളനീസിനെ എന്ത് ചെയ്തു, ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇമ്പീരിയൽ പ്രോഫിറ്റ്സ്. Projects like the Suez Canal by the French reduced maritime distance and cost, boosting imperial trade efficiency. അപ്പോൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇമ്പീരിയൽ പ്രോഫിറ്റ്സ്. അപ്പോൾ സാമ്രാജ്യത്വ ലാഭത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ലാഭത്തിനായിട്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ
നിർമ്മിച്ച സൂയിസ് കനാലുണ്ട്. സൂയിസ് കനാൽ അപ്പോൾ ഫ്രഞ്ചുകാരാണ് അന്ന് നിർമ്മിക്കുന്നത് സൂയിസ് കനാൽ. അപ്പം ഇങ്ങനെയുള്ള പ്രോജക്റ്റായിട്ടുള്ള ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഈ സൂയിസ് കനാൽ പോലുള്ള പദ്ധതികൾ കടൽ മാർഗമുള്ള ദൂരവും ചെലവും വലിയ രീതിയിൽ കുറച്ചു. ഇത് സാമ്രാജ്യ ശക്തികളുടെ വ്യാപാര കാര്യക്ഷമതയ്ക്ക് ലാഭവും വർദ്ധിപ്പിക്കാനിടയായി. അപ്പോൾ എന്താണ് ഈ സൂയിസ് കനാൽ, ഫ്രഞ്ചുകാർ നിർമ്മിച്ച സൂയിസ് കനാൽ പോലുള്ള പദ്ധതികൾ ഈ കടൽ മാർഗമുള്ള ദൂരവും ചെലവും വലിയ രീതിയിൽ കുറച്ചു. അപ്പോൾ കടൽ മാർഗമുള്ള ദൂരവും ചെലവും വലിയ രീതിയിൽ കുറച്ച ഒരു പദ്ധതിയാണ് ഫ്രഞ്ചുകാർ നിർമ്മിച്ച സൂയിസ് കനാൽ പോലുള്ള പദ്ധതികൾ. അതുവഴി എന്ത് ചെയ്തു, ഇവർക്ക് ഈ ഇമ്പീരിയൽ പവേഴ്സിന് വലിയ ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഫിറ്റ്സും എന്ത് ചെയ്തു, കൂടുതലായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. റൈസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ് ലൈക്ക് HSBC finance large scale imperial trade, infrastructure and administration, ensuring the economic viability of overseas ventures. അപ്പോൾ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വളർച്ച, റൈസ് ഓഫ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളർച്ച എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് HSBC പോലുള്ള ബാങ്കുകൾ വലിയ തോതിലുള്ള സാമ്രാജ്യത്വ അപ്പോൾ ഈ HSBC പോലുള്ള ബാങ്ക്സ് എന്തിനു സഹായിച്ചു, വലിയ തോതിലുള്ള സാമ്രാജ്യത്വ വ്യാപാരങ്ങൾക്കും അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും പിന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഭരണച്ചെലവുകൾക്കും ആവശ്യമായ പണം നൽകി എന്ത് ചെയ്യുന്നു, എന്നിട്ട് ഈ വിദേശങ്ങളിലെ അവരുടെ ബിസിനസ് സംരംഭങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കി. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ പോലുള്ള എന്ത് ബാങ്ക്, HSBC പോലുള്ള ബാങ്കുകൾ വലിയ ലാർജ് സ്കെയിലിൻ്റെ ഇമ്പീരിയൽ ട്രേഡ് വലിയ തോതിലുള്ള സാമ്രാജ്യത്വ വ്യാപാരങ്ങൾക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഭരണ ചിലവുകൾക്കും ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഫിനാൻസ് ചെയ്തു അല്ലെങ്കിൽ പണം നൽകി. എന്നിട്ട് എന്ത് ചെയ്തു, വിദേശങ്ങളിലെ അവരുടെ ബിസിനസ് സംരംഭങ്ങൾ സാമ്പത്തിക സുരക്ഷിതം ഉറപ്പാക്കി. അവരുടെ വിദേശത്തുള്ള ഓവർസീസിൽ ഉള്ള അവരുടെ എക്കണോമിക് വിയബിലിറ്റി എന്ത് ചെയ്തു, എൻഷുർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റഗ്രേഷൻ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റെയിൽവേസ്, ടെലിഗ്രാഫ്സ് ആൻഡ് പോസ്റ്റൽ സിസ്റ്റം. എക്സാമ്പിൾ the old red line allowed empires to control distant territories with speed and precision. അപ്പോൾ എന്താണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയവും ഭരണപരമായ കൂട്ടിച്ചേർക്കലുമാണ് ഇത് പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും അടുത്തൊരു ബന്ധം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റഗ്രേഷൻ ആണ്. ആശയവിനിമയവും ഭരണപരമായ കൂട്ടിച്ചേർക്കലും. അപ്പോൾ നമ്മുടെ റെയിൽവേ, ടെലിഗ്രാഫ്, തപാൽ സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് ഓൾഡ് റെഡ് ലൈൻ എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെ വളരെ ദൂരെ ഉള്ള പ്രദേശങ്ങളെ പോലും വേഗതയോടും കൃത്യതയോടും കൂടി നിയന്ത്രിക്കാൻ സാമ്രാജ്യത്വ ശക്തികളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ ആട്ടെ, ടെലിഗ്രാഫ് ആട്ടെ, പോസ്റ്റൽ സിസ്റ്റം ആട്ടെ, ഓൾഡ് റെഡ് ലൈൻ നമുക്ക് പറയാം. അങ്ങനെ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ വലിയ ദൂരെയുള്ള പ്രദേശങ്ങളിൽ പോലും വേഗതയോടും സ്പീഡ് ആൻഡ് പ്രിസിഷൻ കൃത്യതയോടും നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്തു, ഈ ഇമ്പീരിയൽ പവേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ഹാസ് ടൂൾസ് ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പോൾ സാമ്രാജ്യത്വ ശക്തിയുടെ ആയുധങ്ങളായ സാങ്കേതിക മുന്നേറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാമ്രാജ്യ ശക്തിയുടെ അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സിൻ്റെ ആയുധങ്ങളായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ superior weaponry. The Maxim gun, a rapid firing machine gun, drastically altered warfare, helping small imperial forces subdue large indigenous populations. അപ്പോൾ മികച്ച ആയുധശേഖരം. സാമ്രാജ്യത്വ ശക്തിയുടെ ആയുധങ്ങളായ സാങ്കേതിക മുന്നേറ്റങ്ങളിലൊന്നാണ് മികച്ച ആയുധ ശേഖരം എന്ന് പറയുന്നത്, സുപ്പീരിയർ വെപ്പണറി. വേഗത്തിൽ വെടിയുതിർക്കാൻ കഴിയുന്ന മെഷീൻ ഗണ്ണായ മാക്സിം ഗണ്ണ് അതുപോലെ യുദ്ധരീതികളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അപ്പോൾ വേഗത്തിൽ റാപ്പിഡ് ഫയറിംഗ് മെഷീൻ ഗൺ, വേഗത്തിൽ വെടിയുതിർക്കാൻ കഴിയുന്ന മെഷീൻ ഗണ്ണായിട്ടുള്ള മാക്സിം ഗൺ എന്ത് ചെയ്യുന്നു, യുദ്ധരീതികളെ വാർഫെയറിനെ പൂർണ്ണമായും എന്ത് ചെയ്യുന്നു, മാറ്റിമറിച്ചു. ചെറിയ സാമ്രാജ്യത്വ സൈന്യങ്ങൾ പോലും തദ്ദേശീയരായ വലിയ ജനവിഭാഗങ്ങളെ അടിച്ചമർത്താൻ ഇത് സഹായകമായി. അപ്പം ചെറിയ ഇമ്പീരിയൽ
എന്താണ് ഫോഴ്സസിനും വലിയ വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങളെ വരെ എന്ത് ചെയ്യാം അടിച്ചമർത്താൻ ഇത് സഹായകരമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ് നമ്മുടെ ആയുധങ്ങളായ സാങ്കേതിക മുന്നേറ്റങ്ങളാണ് എന്ത് സുപ്പീരിയർ വെപ്പണറി എന്ന് പറയുന്നത്. ഇത് റാപ്പിഡ് ഫയറിംഗ് മെഷീൻ ഗണ്ണായിട്ടുള്ള മാക്സിം ഗൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു യുദ്ധരീതികളെ എന്ത് ചെയ്യും പൂർണ്ണമായി മാറ്റിമറിച്ചു. അതെന്ത് ചെയ്യുന്നു ചെറിയ ചെറിയ ഇമ്പീരിയൽ ഫോഴ്സസിന് വരെ വലിയ വലിയ വിഭാഗങ്ങളെ അടിച്ചമർത്താൻ വരെ ഇതെന്ത് ചെയ്തു സഹായകരമായിട്ട് മാറി. അടുത്തത് സയൻറ്റിഫിക് റിസോഴ്സ് മാപ്പിംഗ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആൻഡ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലോഡ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലോറേഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ later linked to bioprospecting and resource commodification. അപ്പോൾ എന്താണ് ശാസ്ത്രീയ വിഭവ മാപ്പിംഗ്, അതാണ് സയൻറ്റിഫിക് റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡനുകളും ശാസ്ത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സ്ഥാപിക്കുന്നത് വഴി ചെടികളും ജീവജാലങ്ങളും ഒക്കെ കുറിച്ച് എന്താണ് വ്യവസ്ഥാപിതമായി പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആട്ടെ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആട്ടെ ഇതെല്ലാം എന്താണ് ഈ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കുന്നത് വഴി എന്താണ് ചെടികളെക്കുറിച്ചാട്ടെ അതുപോലെ തന്നെ ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു നന്നായി പഠിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് പിന്നീട് ജൈവ വിഭവങ്ങൾ കണ്ടെത്താനും വിഭവങ്ങളെ വാണിജ്യവൽക്കരിക്കാനും അവർ ഉപയോഗിച്ചു. അപ്പം എന്താണ് ഇത് പിന്നീട് എന്താണ് ജൈവ വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് എന്താണ് ചെയ്യാനും അതുപോലെ തന്നെ റിസോഴ്സ് കമ്മോഡിഫിക്കേഷൻ വിഭവങ്ങളെ വാണിജ്യവൽക്കരിക്കാനും എന്ത് ചെയ്തു ഇത് പിന്നീട് സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് റിസോഴ്സ് മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെയും സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്തിനെ സഹായിച്ചു ഈ ഫ്ലോറ ഫോണ എന്ന് പറയുന്ന എക്സ്പ്ലോറേഷനെ കുറിച്ച് പഠിക്കാൻ സഹായിച്ചു. അതായത് ചെടികളെയും അല്ലെങ്കിൽ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഇവർ പിന്നീട് എന്തിലേക്ക് വഴിതിരിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു ജൈവ വിഭവങ്ങൾ കണ്ടെത്താനും വിഭവങ്ങളെ വാണിജ്യവൽക്കരിക്കാനും എന്ത് ചെയ്തു ഇത് അവർ ഉപയോഗിച്ചു. അടുത്ത നമുക്ക് നോക്കാം ടെലിഗ്രാഫ് ലൈൻസ് ഫോർ ഗവേൺസ്. Countries like India were equipped with a telegraph networks ensuring centralized decision making and military coordination from the metropole. അപ്പോൾ എന്താണ് പറയുന്നത് ടെലിഗ്രാഫ് ലൈൻസ് ഫോർ ഗവേൺസ്. അപ്പോൾ എന്താണ് ഭരണത്തിനായുള്ള ടെലിഗ്രാഫ് ലൈനുകൾ. അതെന്താ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഇപ്പോൾ രാജ്യങ്ങളിൽ ടെലിഗ്രാഫ് നെറ്റ്വർക്ക്സ് സ്ഥാപിച്ചു. അപ്പോൾ പ്രധാന തലസ്ഥാന നഗരങ്ങൾ അല്ലെങ്കിൽ മെട്രോപോളായിട്ടുള്ള പ്രധാന തലസ്ഥാന നഗരങ്ങളാണ് നമ്മൾ മെട്രോപോൾ എന്ന് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായിട്ട് തീരുമാനങ്ങൾ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ സൈനിക മിലിറ്ററി എന്താണ് കോർഡിനേഷൻ ഏകോപിപ്പിക്കാനും എന്ത് ചെയ്യുന്നു ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ടെലിഗ്രാഫ് ലൈൻസ് ഫോർ ഗവേൺസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭരണത്തിനായുള്ള ടെലിഗ്രാഫ് ലൈനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം ഇന്ത്യ പോലുള്ള കൺട്രികളിൽ എന്താണ് അവർക്ക് ഇപ്പോൾ ടെലിഗ്രാഫ് ശൃംഖലകൾ അല്ലെങ്കിൽ ടെലിഗ്രാഫ് നെറ്റ്വർക്ക്സ് ഒക്കെ എന്താണ് പ്രധാന സ്ഥലങ്ങളിൽ അതായത് മെട്രോപോൾ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു ഇരുന്നുകൊണ്ട് സെൻട്രലൈസ്ഡ് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ മിലിറ്ററി കോർഡിനേഷൻ ഏകോപിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു ഇത് അവരെ സഹായിച്ചിട്ടുണ്ട്. അടുത്തത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈം GMT was adopted across imperial territories enabling synchronized rail and military operations. അപ്പോൾ എന്താണ് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഏകീകരണം എന്ന് പറയുന്നത് ഇപ്പം ഇമ്പീരിയൽ ടെറിട്ടറീസ് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഗ്രീൻവിച്ച് ടൈമാണ് നടപ്പിലാക്കുന്നത്. ഇത് തീവണ്ടി ഗതാഗതവും അതുപോലെ തന്നെ സൈനിക പ്രവർത്തനങ്ങൾ കൃത്യമായ സമയക്രമത്തോടെ ഒരേ സമയം നടത്താനാണ് ഇത് അവരെ പ്രാപ്തരാക്കി. അപ്പോൾ എന്താണ് പറയുന്നത് സമയത്തിൻ്റെ ഏകീകരണം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും അപ്പം ഇമ്പീരിയൽ ടെറിട്ടറീസിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും എന്താണ് ഗ്രീൻവിച്ച് ടൈമാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും അതുപോലെ മിലിറ്ററി ഓപ്പറേഷൻസിനാണെങ്കിലും സമയക്രമത്തോടെ ഒരേ സമയം നടത്താൻ അവരെ എന്ത് ചെയ്തു ഈ മിലിറ്ററി ഓപ്പറേഷൻസിലാണെങ്കിൽ റെയിൽവേനാണെങ്കിലും അവരെ എന്ത് ചെയ്തു പ്രാപ്തരാക്കി എന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് സമ്മറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ഇമ്പീരിയലിസം ഇൻ ദ മോഡേൺ എറ വാസ് എ മൾട്ടിഫെസ്റ്റേറ്റഡ് എൻ്റർപ്രൈസ് ഡീപ്ലി ഇൻ്റർവൈൻഡ് വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ എന്താണ് വ്യവസായിക വിപ്ലവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ സമ്മറിക്കകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ആധുനിക കാലത്തെ സാമ്രാജ്യത്വം അതായത് മോഡേൺ എറയിലെ ഇമ്പീരിയലിസം എന്നത് പല തലങ്ങളിലുള്ള ഒരു വലിയ പ്രക്രിയയാണ്. അപ്പം
ഇത് വ്യവസായ വിപ്ലവമായിട്ട് ആഴത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഇമ്പീരിയലിസം എന്ന് പറയുന്നത് മോഡേൺ എറയിൽ പല തലങ്ങളിലുള്ള ഒരു വലിയ പ്രക്രിയയായിരുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്ലി ഇൻ്റർവൈൻ. അപ്പോൾ എന്താണ്, അത് കൂടുതലായിട്ടും ആഴത്തിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് പ്രൊവൈഡഡ് ബോത്ത് ദ മീൻസ് ആൻഡ് മോട്ടീവ് ടു പെർസ്യൂ ഗ്ലോബൽ ഡോമിനൻസ്. അപ്പോൾ എന്താണ് പറയുന്നത്, സാങ്കേതിക വിദ്യയുടെ പങ്കാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള വഴികളും അതിനുള്ള പ്രചോദനവും ഒക്കെ ഈ സാമ്പ്രദായ തത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയത് വരുന്നു, പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള വഴിയും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, അതിനുള്ളൊരു പ്രചോദനവും എന്ത് ചെയ്യുന്നു, സാമ്രാജ്യത്വ ശക്തികൾക്ക് നൽകിയിട്ടുണ്ട്. അടുത്തത്, while it brought about infrastructure and institutional changes in colonies, it also led to economic exploitation, cultural disruption and political subjugation. അപ്പോൾ എന്താണ്, ഇതിനും നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇതിനുമുണ്ട് നല്ല വശങ്ങളും ദോഷവശങ്ങളും. എന്താണ്, ഇത് കോളനികളിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും ഭരണപരമായ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് കോളനികളിൽ എന്താണ് പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്, കടുത്ത സാമ്പത്തിക ചൂഷണം, അതായത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, രാഷ്ട്രീയ അടിമത്വം, കൾച്ചറൽ ഡിസ്ട്രപ്ഷൻ, പ്രാദേശിക സംസ്കാരങ്ങളുടെ തകർച്ച, അതാണ് കൾച്ചറൽ ഡിസ്ട്രപ്ഷൻ, പൊളിറ്റിക്കൽ സബ്ജുഗേഷൻ, അതായത് എന്താണ്, രാഷ്ട്രീയ അടിമത്തം, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളനീസിൽ അത് ഭരണപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഭരണപരമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ എന്താണ്, കടുത്ത സാമ്പത്തിക ചൂഷണം കൊണ്ടിരുന്നുണ്ട്, പ്രാദേശിക സംസ്കാരങ്ങളുടെ തകർച്ച വരുന്നുണ്ട്, രാഷ്ട്രീയ അടിമത്വവും ഇതിനെന്താണ് കാരണമാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മറി. ഓക്കെ.